അല്ലേ? ഞാനൊരു സ്വർണത്തിൻ്റെ വില ചോദിച്ചാൽ എന്ത് പറയും? ഇപ്പം തന്നെ ചാടി പറയും. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഉപയോഗിക്കുന്നില്ല, വാങ്ങുന്നില്ല, അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ വില അറിയില്ലായിരുന്നു. 2 ഗ്രാം സാൻഡൽവുഡ് ഓയിലിൻ്റെ വില 1400 രൂപ. മറയൂർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് IWST സർട്ടിഫൈ ചെയ്ത ഓയിൽ ആമസോൺ വഴി വിൽക്കുന്ന വിലയാണ്. 1 ഗ്രാമിന് എത്രയായി? 700 രൂപ. നിങ്ങൾ തിരക്കിലാണല്ലേ? ഞാൻ മാത്രം തിരക്കിലല്ല നോക്കുന്നത്, നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഓക്കെ, ഞാൻ തന്നെ പറഞ്ഞോളാം. അപ്പോൾ 1 ml 700 രൂപ. അപ്പോൾ 10 ml എത്രയായി? 7000 രൂപ. 100 ml 70,000 രൂപ അല്ലേ? 1000 ml 1 ലിറ്റർ 7 ലക്ഷം രൂപ. ശരിയല്ലേ? ഞാനെന്തിനിങ്ങനെ നിർത്തി പറഞ്ഞതെന്നറിയാമോ? സാറായി 5 അടി 4 ഇഞ്ചുള്ളൂ, എന്നാ തള്ള, ഒറ്റയടിക്ക് 7 ലക്ഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയും എന്നാ തള്ള സാറേ തള്ളണേ. കോതകളുകാർ ഇത്ര തള്ളുവീരന്മാരാണെന്ന് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കും. ഓക്കെ, ഇതിൽ നിൽക്കുന്നില്ല. എസൻഷ്യൽ ഓയിലിൻ്റെ പ്രൈസ് വരുന്നത് കർണാടക സ്റ്റേറ്റ് ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ എസൻഷ്യൽ ഓയിൽ വിൽക്കുന്നത് 5 ml വിൽക്കുന്നത്, വാട്ടർ കണ്ടന്റ് ഇല്ലാത്ത ഓയിൽ വിൽക്കുന്നത് 7500 രൂപയ്ക്ക്. 1 ml 1500, 1 ലിറ്ററിന് 15 ലക്ഷം രൂപ. നമ്മുടെ നാട്ടിൽ അനുയോജ്യമായ ഭൂപ്രകൃതിയിൽ 15 വർഷങ്ങൾക്ക് മുമ്പ് ഒരു തൈ നട്ടിരുന്നെങ്കിൽ അതിൽ നിന്ന് മിനിമം 50 സെൻറ്റിമീറ്റർ ചുറ്റളവ് കിട്ടുമ്പോൾ 15 കിലോ കാതലിൽ നിന്ന് 1 ലിറ്റർ എസൻഷ്യൽ ഓയിൽ ഇന്ന് നമുക്ക് കിട്ടിയേനെ. പക്ഷെ എന്തില്ല, ആരും പറഞ്ഞില്ല, കേട്ടില്ല. ചെയ്യാൻ ശ്രമിച്ചാലും നിയമങ്ങൾ അനുകൂലമായിരുന്നില്ല. അങ്ങനെയെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഓക്കെ, ഗവൺമെൻറ് സപ്പോർട്ട് സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടായ IWST, ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫോറസ്റ്റ് റിസർച്ച് എഡ്യൂക്കേഷൻ ചേർന്നുകൊണ്ട് സാൻഡൽവുഡ് ഇൻഫർമേഷൻ സിസ്റ്റം എന്നൊരു വെബ്സൈറ്റ് 2014 പബ്ലിഷ് ചെയ്യുകയും ഇന്ന് ആ പ്രൊജക്റ്റിൻ്റെ ഓവറോൾ ഹെഡായിട്ടിരിക്കുന്നത് അവർ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി, ഡിപ്പാർട്ട്മെൻറ്റ് മിനിസ്റ്റർ ഭൂപേന്ദ്ര യാദവ്, ഇവരെല്ലാവരുമാണ്. ഈ പ്രൊജക്റ്റ് ഏറ്റെടുക്കുന്ന ഓരോ വ്യക്തിയോടും ഗവൺമെൻറ്റിന് പറയാനുള്ളത്, ഞങ്ങൾക്ക് പറയാനുള്ളതല്ല, ഗവൺമെൻറ്റിന് പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, 1980 1 ടൺ ചന്ദനത്തിൻ്റെ വില 20,000 രൂപ എന്ന് പറഞ്ഞാൽ 1 കിലോയ്ക്ക് വെറും 20 രൂപ. 90ലേക്ക് വന്നപ്പോൾ 200ആയി, 2008 3000ആയി. അത് 7 മാത്രം വർദ്ധിച്ച് 20,000 രൂപയ്ക്ക് മുകളിൽ ഇപ്പോൾ എത്തി നിൽക്കുമ്പോൾ വെറും 4 മടങ്ങ് മാത്രം വർദ്ധിച്ചാൽ 10 to 15 ഇയറിന് ശേഷം വരാൻ പോകുന്ന പ്രൈസ് നിയർ ബൈ 1 lakh rupees-ആണ്. ഈ സാധ്യതയാണ്. കാരണം ആവശ്യകത എത്രയാ? 2000 ടൺ. ഉണ്ടാവുന്നത് എത്രയാ? വെറും 100 ടൺ മാത്രമേ ഇന്ത്യയിൽ ഉണ്ടാവുന്നുള്ളൂ. പക്ഷെ വേൾഡ് റിക്വയർമെൻറ്റ് 6000 ടണ്ണാണ്. അപ്പോൾ ഇത്രയും സാധ്യതയുള്ള ഈ മരം നട്ടുവളർത്താൻ നമുക്ക് അനുയോജ്യമായ ഭൂപ്രകൃതി തിരഞ്ഞെടുക്കുന്നത് വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. ഈ കൃഷിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ പോകുമ്പോൾ സാറേ എവിടെയാണ് തൈ കിട്ടുന്നത്, നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? ഞാനും എൻ്റെ വീട്ടിൽ 4 എണ്ണം വെച്ചേക്കാം, അല്ലെങ്കിൽ 20 എണ്ണം വയ്ക്കാൻ എൻ്റെ കയ്യിൽ 5 സെൻറ്റ് സ്ഥലമുണ്ട്, ഞാൻ വെച്ചേക്കാം. പക്ഷേ ഒരു കാര്യം നമ്മൾ ആദ്യം പറഞ്ഞു, ഇതിന് അനുയോജ്യമായ ഭൂപ്രകൃതിയിൽ വേണം ഈ കൃഷി ചെയ്യാൻ എന്ന് ഗവൺമെൻറ് നമ്മളോട് പറയുന്നത്. സമുദ്രനിരപ്പിന് 700 തൊട്ട് 1100 മീറ്റർ ഉയരമുള്ള ഭൂപ്രകൃതിയിൽ വേണം ഈ കൃഷി ചെയ്യാൻ. അങ്ങനെയുള്ള ഭൂപ്രകൃതിയാണ് ഇന്ന് മറയൂരും അതോടൊപ്പം തന്നെ വയനാട് പുൽപ്പള്ളിയിലും ഉള്ളത്. അവിടെയാണ് നമ്പർ 1 ഹാർഡ്വുഡ്, വിലായത്ത് ബുദ്ധ എന്ന നമ്പർ 1 ഹാർഡ്വുഡ് ഹാർവസ്റ്റ് ചെയ്യപ്പെടുന്നത്. ആ ഹാർവസ്റ്റ് ചെയ്യപ്പെടുന്ന വിലായത്ത് ബുദ്ധയിൽ നിന്നാണ് 6 to 12% ഓയിൽ കണ്ടന്റ് ഉണ്ടാകുന്നത്. ആ ഓയിൽ എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് മെഡിസിനൽ വാല്യൂവിൽ അനലൈസ് ചെയ്താൽ ആൽഫ ബീറ്റ കണ്ടന്റ് 50% ആൻഡ് എബോവ് ഉള്ളത്. ഈ സാധനം ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ, നമ്മുടെ മണ്ണിൽ, പശ്ചിമഘട്ടത്തിൽ, അത് ഇടുക്കിയിലും വയനാട്ടിലും ചെയ്താലേ ഉണ്ടാവുകയുള്ളൂ. ഇത് പറയാൻ നമ്മളല്ല, ഗവൺമെൻറ് കൃത്യമായിട്ട് അതിനുള്ള ഇൻഫർമേഷൻ തരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയമുണ്ട്. സ്വാഭാവികമായി നമ്മുടെ അറിവിൽ ചന്ദനത്തിൻ്റെ വളർച്ച എങ്ങനെയാണ് സാറേ? ഒരു 10 വർഷം കൊണ്ട് വിറ്റ് കാശുണ്ടാക്കാം അല്ലേ?
സാധിക്കില്ല. എന്തു പറ്റി? നമ്മുടെ അറിവിൽ ചന്ദനം എന്താണ്? സൊമാലിയയിലെ പിള്ളേരുടെ അവസ്ഥ, വളർച്ചയില്ല, അല്ലേ? ശരിയല്ലേ? ഇത് നമ്മുടെ അറിവാണ്. അറിവ് തെറ്റല്ല. കാരണം സ്വാഭാവികമായി ചന്ദനം വളരാൻ 30-40 വർഷമെടുക്കും. പക്ഷെ ചന്ദനം ഒരു ഹെമി പാരസൈറ്റാണ്, അർദ്ധപരാഗ സസ്യം എന്ന് പറയും. സ്വയം മണ്ണിൽ നിന്ന് വലിച്ചെടുക്കാനുള്ള കഴിവ് പകുതിയുള്ളൂ. ബാക്കി കഴിവ് മറ്റൊരു ചെടിയുടെ വേരിൽ നിന്ന് വലിച്ചെടുക്കാനാണ് കഴിവ്. അപ്പോൾ കാട്ടിൽ വളരുന്നതും കൃത്യമായി കൃഷി രീതിയുടെ ചെയ്യുന്നതൊക്കെ എന്ത് സാധിക്കില്ല? ഈ ചെടിക്ക് വേണ്ട അനുയോജ്യമായ വെള്ളവും ന്യൂട്രീഷ്യൻസും, വാട്ടർ ന്യൂട്രീഷ്യൻസ്, മൈക്രോ ന്യൂട്രീഷ്യൻസ് ഒന്നും അതിന് ലഭിക്കില്ല. അതിൻ്റെ ഗ്രോത്ത് പ്രോപ്പർ ആവില്ല. ഓക്കെ, എങ്കിലും അനുയോജ്യമായ ഭൂപ്രകൃതിയിൽ ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് വയനാട്ടിൽ ഈ ഒരു പ്ലാന്റേഷൻ തുടങ്ങിയ സമയത്ത് കൂടുതൽ സ്ഥലങ്ങൾ, 1500 ഏക്കർ പ്രൊജക്റ്റാണ്, 120 ഏക്കർ സ്ഥലം ആണ് നമ്മൾ ഈ നിമിഷം വരെ എടുത്തിട്ടുള്ളൂ. ഒരു വർഷം കൊണ്ട് നമുക്ക് 120 ഏക്കർ സ്ഥലം എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. കൂടുതൽ സ്ഥലം എടുക്കാനായി അന്വേഷിച്ചപ്പോൾ ഈ നമ്മൾ ഒരു വണ്ടി മേടിക്കണമെന്ന് ആഗ്രഹിച്ചാൽ റൂട്ടിൽ എന്താ കാണുള്ളൂ? ആ വണ്ടി മാത്രമേ കാണുള്ളൂ, അല്ലേ? ഞങ്ങളുടെയൊക്കെ വിഷയം എന്താണെന്ന് പറയുമ്പോൾ ഏത് വഴിക്ക് പോയാലും എല്ലാ മരം കണ്ടാൽ, ഈ ചന്ദനമരം കണ്ടാൽ നമ്മൾ അപ്പം തന്നെ നിന്നു സ്റ്റോപ്പായി പോകും. അങ്ങനെ ഒരു വ്യക്തിയുടെ സ്വകാര്യ ഭൂമിയിൽ അദ്ദേഹത്തിൻ്റെ മുറ്റത്ത് സ്വാഭാവികമായി വളർന്നതാണ്, കൃഷി രീതിയിലൂടെ വളർന്നല്ല, സ്വാഭാവികമായി വളർന്ന് നമ്മളെ ഞെട്ടിച്ച ഒരു വീഡിയോ നമുക്ക് കാണാം. ഓക്കെ. ഓരോ സാധാരണക്കാരൻ്റെയും ജീവിതത്തെ മാറ്റിമറിക്കാൻ മലയാളിക്ക് വരദാനമായി കിട്ടിയ ചന്ദനം ഇന്ന് സ്വാഭാവികമായി വളർന്നു നിൽക്കുന്നത് വയനാട് പുൽപ്പള്ളി പാടിച്ചിറയിലാണ്. ഞങ്ങളിവിടെ പ്ലാന്റേഷൻ വിസിറ്റിന് വേണ്ടി വന്നപ്പോൾ ഇവിടെ ഒരു വ്യക്തിയുടെ സ്വകാര്യ ഭൂമി, അദ്ദേഹത്തിൻ്റെ മുറ്റത്ത് 4 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം നട്ട ഒരു ചന്ദനമരം. അത് ഏകദേശം 20 അടിയോളം ഉയരവും. അതിൻ്റെ വണ്ണം നമുക്കൊന്ന് പരിശോധിക്കാം. 40 സെൻറ്റിമീറ്ററോളം വണ്ണമായി എന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്കതൊന്ന് നേരിട്ട് മനസ്സിലാക്കാം. ഇതിൻ്റെ ചുറ്റളവ് പരിശോധിക്കുമ്പോൾ കൃത്യമാണ് 40 സെൻറ്റിമീറ്റർ ചുറ്റളവ് വന്നിരിക്കുന്നു. ഏകദേശം ഇതിൻ്റെ ഔട്ടർ ബാർക്കിന് ക്രാക്ക് വീണിട്ടുണ്ട്. അപ്പോൾ ഔട്ടർ ബാർക്കിന് ക്രാക്ക് വീഴുകയും അതോടൊപ്പം തന്നെ ഇന്നർ ബാർക്കിൽ അത് എഫക്റ്റ് ചെയ്യുകയും ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ സാധാരണ ഹാർഡ്വുഡ് ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ് IWST എന്ന് പറഞ്ഞാൽ മരങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ചന്ദനത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് അവരതിനെക്കുറിച്ച് വ്യക്തമാക്കുന്നത്. ഈ ഒരു വൃക്ഷം ഈ ഒരു നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ വയനാട്ടിൽ ഇത്രയും നല്ല രീതിയിൽ വളരുന്നു എന്ന് മനസ്സിലാക്കാൻ ഈ ഒരു ചേട്ടൻ അല്ലെങ്കിൽ ഈ ഒരു വീടിൻ്റെ ഉടമസ്ഥൻ ഞങ്ങളെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ 2 വാക്കിലേക്ക് ഞങ്ങൾ കളിക്കുകയാണ്. പ്ലീസ് കേട്ടോ. യെസ്, എന്തായിരുന്നു പേര്? എൻ്റെ പേര് റോയി. യെസ്, ഞങ്ങൾ ചന്ദന കർഷകർ ഒരു കൂട്ടായ്മയുണ്ട്. അപ്പോൾ കുറേ ആളുകൾക്ക് ചന്ദനത്തെക്കുറിച്ചൊന്നും അറിയില്ല. അപ്പോൾ നിങ്ങളെപ്പോലുള്ള പല ആളുകളും ഇതുപോലെ ഇതിൻ്റെ നല്ല ഒത്ത സ്ഥലത്ത് നട്ട് നല്ല മരങ്ങളെ കാണുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. എന്താണ്, എത്ര നാളായി ഈ മരം നട്ടിട്ട്? ഇതിപ്പോൾ 2019 ലാസ്റ്റ് നട്ടതാണ്. അങ്ങനെ അന്ന് കൊറോണ 3 കഴിയാവുന്ന സമയം. അന്ന് ഞാൻ ഇവിടെ എൻ്റെ മലയിൽ ഇവിടെ കുറച്ച് ബാർക്കെട്ടുണ്ട്, അവിടെ ഞാൻ പറിച്ചുകൊണ്ട് വെച്ചതാണ്. 3 തൈ ഉണ്ടായിരുന്നു. അത് 2 ഞാൻ നോക്കാണ്ട് പോയി. ഇത് ഞാൻ ചുമ്മാ ഒന്നും ചെയ്തിട്ടില്ല, ചുമ്മാ പറ്റിച്ചേ ഉള്ളൂ. അങ്ങനെയാണ് ഇപ്പോൾ ഇതിപ്പോൾ 40 സെൻറ്റിമീറ്റർ വളർന്നിട്ടുണ്ട്. ഈ 5.5 വർഷം 6 വർഷം ആവുന്നു. 6 വർഷം കൊണ്ടാണ് ഇത് ഇത്രയും ആവുന്നത്. അപ്പോൾ ഇതിന് വളർച്ചയുണ്ട് നമ്മുടെ ഈ നാട്ടിൽ. നമ്മുടെ നാടിന് ഏറ്റവും യോജിച്ച ഒരു മരമാണെന്ന് മനസ്സിലായി. കാരണം ഇതിപ്പോൾ 5 വർഷം കൊണ്ട് ഇത് 5-6 വർഷം കൊണ്ട് ഇതാവുകയാണ്. 15 വർഷം കൊണ്ട് എത്രയാവും? ഉറപ്പാണ്. അപ്പോൾ 15 വർഷം കൊണ്ട് ചന്ദനം വളരില്ല എന്ന് അല്ലെങ്കിൽ കാതലുണ്ടാവില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ തെറ്റാണ്. ഓക്കെ, വളരെയധികം സന്തോഷം. ഇങ്ങനെയുള്ള ആളുകൾ, കാരണം എന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ച് യഥാർത്ഥമായിട്ട് അറിയാവുന്ന കർഷകരാണ് നമുക്ക് വേണ്ടി സംസാരിക്കും. യെസ്, ഓക്കെ. ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഒന്ന് കൈയടിക്കാൻ തോന്നുന്നുണ്ടോ? യെസ്. അപ്പോൾ സ്വാഭാവികമായി എന്ത് സംഭവിക്കും? ചന്ദനം ഇത്രയും വളരും. എത്ര സെൻറ്റിമീറ്റർ വേണം ചന്ദനം മുറിക്കാൻ? 50 സെൻറ്റിമീറ്റർ മതി. അപ്പോൾ കുറഞ്ഞ കാലം കൊണ്ട് ആരെങ്കിലും നടക്കില്ല എന്ന് പറഞ്ഞാൽ
അത് അതിനെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ്. ഓക്കെ, ഗവൺമെൻറ് സപ്പോർട്ട് 1961 ഫോറസ്റ്റ് നിയമം ഭേദഗതി ചെയ്ത് 2011 പുതിയ നിയമം വന്നു. ആ 2011 നിയമത്തിനനുസരിച്ച് 2012 സാൻഡൽവുഡ് പ്രൊട്ടക്ഷൻ ബില്ല് നിലവിൽ വന്നു. അതിനുശേഷം കേരള പ്രിസർവേഷൻ ഓഫ് ട്രീ ആക്ട് 1986 അത് ഭേദഗതി ചെയ്ത് ട്രീ പ്രൊമോഷൻ ഓഫ് ട്രീ ഗ്രോയിങ് ഇൻ നോൺ ഫോറസ്റ്റ് ഏരിയ ആക്ട് 2005 നിലവിൽ വന്നു. നെക്സ്റ്റ് 2016 വേൾഡ് വൈഡായിട്ട് സാൻഡൽവുഡ് റെഗുലേഷൻസ് നിലവിൽ വന്നു. ഈ ഒരു ബോർഡ് രാജകീയ വൃക്ഷമായ ചന്ദനം വളർത്തു, കൈ നിറയെ കാശ് നേടും. ഇതാദ്യം പറഞ്ഞതാരാ? ഗവൺമെൻറ്റാണ്. അത് ഞങ്ങൾ ഏറ്റുപറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ കൃത്യമായി പറയുന്നുണ്ട്, ഏതൊരു വ്യക്തിയുടെയും സ്വകാര്യ ഭൂമിയിൽ ചന്ദനം വളർത്തിയാൽ അത് ഗവൺമെൻറ് ഏറ്റെടുത്തുകൊണ്ട് കട്ടിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടിംഗ് ചാർജ് ഒഴിച്ച് പൂർണ്ണമായും ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് ആരാണോ കൊടുക്കുന്നത് ആ വ്യക്തിക്ക് ലഭിക്കും. ആ ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കിക്കൊണ്ട് ഒരു കൂട്ടം കർഷകരെ ഈ ഒരു കൃഷിയിലേക്ക് ഈ കൃഷിയിലേക്ക് ഏറ്റെടുപ്പിച്ചപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് 2024 ബജറ്റിൽ ചന്ദന കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയുമായി മുന്നോട്ട് വന്നു. അതിനുശേഷം 2012 ഒക്ടോബർ 11 സ്വകാര്യ ഭൂമിയിലെ ചന്ദനമരം മുറിക്കാനുള്ള അനുമതി ബിൽ മന്ത്രിസഭ അംഗീകരിച്ചു. വീണ്ടും ചന്ദന കൃഷിക്ക് അനുകൂലമായി പണം കായ്ക്കുന്ന മരവുമായി ട്രീ ബാങ്ക് പദ്ധതി. ചന്ദനമരം നട്ടു വളർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആര് പണം തരും? ഗവൺമെൻറ് പണം തരും. ഇത്രയും പദ്ധതികൾ ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നുവെന്ന് നമുക്കറിയില്ലായിരുന്നു, അല്ലേ? അറിയായിരുന്നെങ്കിൽ നമ്മളതിന് ശ്രമിച്ചേനെ. ഓക്കെ, അങ്ങനെ ശ്രമിക്കാൻ നമുക്ക് തടസ്സമായി വരുന്ന അടുത്ത ചോദ്യമാണ്, എന്താണ്? സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കില്ല. കാരണം പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്ന് വരെ മോഷണം പോകുന്ന ഒരു മരമാണ് ചന്ദനം. സാറിൻ്റെ മനസ്സിലുണ്ട്, അതുകൊണ്ടത് അല്ലേ ഒരു വലിയ ചോദ്യമാണ്. കമ്പനി ഡെവലപ്പ് ചെയ്യുന്ന കമ്പനി CCTV ക്യാമറ, സെക്യൂരിറ്റി വാള്, ഇലക്ട്രിക് ഫെൻസിങ്, സെക്യൂരിറ്റി ഡോഗ്, സെക്യൂരിറ്റി ഗാർഡ് ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതോടൊപ്പം തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്മാർട്ട് ഫോറസ്റ്റ് പദ്ധതി കൂടി ഈ പ്രോജക്റ്റിനോട് ചേർന്ന് വരുന്നു. എന്ന് പറഞ്ഞാൽ മരത്തിൽ ഇൻസേർട്ട് ചെയ്യുന്ന IoT ചിപ്പ്. ഇത് IWSTയും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വുഡ് സയൻസ് ആൻഡ് ടെക്നോളജിയും ചേർന്നുകൊണ്ട് ഡെവലപ്പ് ചെയ്തൊരു ചിപ്പാണ്. എന്ന് പറഞ്ഞാൽ ഈ മരത്തിൽ ഇൻസേർട്ട് ചെയ്ത ചിപ്പ്, അല്ലെങ്കിൽ ഈ മരം ആരെങ്കിലും മുറിക്കാൻ ശ്രമിച്ചാൽ ആ ചിപ്പിൽ നിന്ന് മെസ്സേജ് പോയി സാറ്റലൈറ്റ് സർവൈലൻസ് വഴി 10 മൊബൈൽ ഫോണിലേക്ക് മെസ്സേജ് ചെയ്യും. എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി ഓഫീസർ, അതോടൊപ്പം തന്നെ പോലീസ്, ഫോറസ്റ്റിലേക്കെല്ലാം മെസ്സേജ് തരും. ഞാൻ കഴിഞ്ഞ ദിവസം ബാങ്കിങ് സെക്ടറിൽ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ അവർ പറയുമായിരുന്നു, ഇത് ലോക്കറിനേക്കാളും വലിയ സെക്യൂരിറ്റിയാണ് സാറിന്. ശരിയാണ്, ലോക്കറിനേക്കാളും വലിയ സെക്യൂരിറ്റിയാണ്. കാരണം 1 കിലോ ചന്ദനം ഇന്ന് ഗവൺമെൻറ്റിന് കൊണ്ടുപോയി കൊടുത്താൽ അവർ എത്ര തരും? 20,000 തരും. ഈ ചന്ദനം കള്ളന്മാർ മോഷ്ടിച്ച്, സ്വർണം മോഷ്ടിക്കണ പോലെ പോക്കറ്റിലിട്ടുകൊണ്ട് പോകാൻ പറ്റുമോ? ഒരു മരമാണ് മോഷ്ടിച്ച് ചെവിരി അറിയാതെ നാട് കടത്തണമെങ്കിൽ എന്ത് റിസ്ക് ഉണ്ട് സാറേ? നല്ല റിസ്ക് ഇല്ലേ? അപ്പം സ്മഗ്ലേഴ്സ് അത്രയും റിസ്ക് എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നല്ല വില അവർക്ക് കിട്ടുന്നുണ്ട്, അല്ലേ? അവർക്കൊരു 1 lakh and above കിട്ടിയാൽ മാത്രമാണ് അവർ അത്ര റിസ്ക് എടുക്കുള്ളൂ. റൈറ്റ്, ശരിയല്ലേ? ഈ ഉൽപ്പന്നം ഇന്ന് ഒരു മരത്തിന് 10 ലക്ഷം രൂപ വിലയുണ്ടെങ്കിൽ വരാൻ പോകുന്ന 10 to 15 ഇയറിൽ ഒരു മരത്തിൻ്റെ വില 25 ലക്ഷം രൂപ വരും. അപ്പോൾ നോർമൽ സെക്യൂരിറ്റി പറ്റില്ല എന്ന് ആർക്കറിയാം? ഗവൺമെൻറ്റിന് അറിയാം. അതുകൊണ്ട് ആ പദ്ധതി കൂടി ചേർത്താണ് ഇന്ന് ഈ പ്രൊജക്റ്റ് മുന്നോട്ട് പോകുന്നത്. നെക്സ്റ്റ്, ഇന്ന് നമ്മൾ കേരളത്തിൽ നോക്കിയാൽ സാൻഡൽവുഡ് പ്ലാന്റേഷൻ പ്രൊജക്റ്റ് ചെയ്യുന്നത് ഇന്ന് നമ്മൾ മാത്രമേ ഉള്ളൂ. സാൻഡൽവുഡ് പ്ലാന്റേഷൻ പ്രൊജക്റ്റ് അല്ലെങ്കിൽ ജസ്പെയ്ഡ് റിയൽ എസ്റ്റേറ്റ് പ്രൊജക്റ്റ് എന്നൊക്കെ ഗൂഗിളിൽ നിങ്ങളുടെ ലൊക്കേഷൻ സെർച്ച് ചെയ്താൽ ഇന്നൊരു സ്ഥലം മാത്രമേ കാണുകയുള്ളൂ. വയനാട് പുൽപ്പള്ളി പാടിച്ചിറയിൽ 1400 ഏക്കറിൽ 28,000 പ്ലോട്ടുകളാക്കി തിരിച്ചുകൊണ്ട് ഓരോ സാധാരണക്കാരനും കൊടുക്കാനായി തയ്യാറായിട്ടുള്ള ചന്ദന പ്ലാന്റേഷനാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങളുടെ വിരൽ തുമ്പിൽ നിങ്ങൾക്കുള്ള ഇൻഫർമേഷൻ അവൈലബിൾ ആണ്. ചന്ദനം സ്വയം വളരുന്നൊരു മരമല്ല, ഹോസ്റ്റോറിയം എന്ന കൾട്ടിവേഷൻ സിസ്റ്റത്തിലൂടെയാണ് ചന്ദനത്തെ നമ്മൾ വളർത്തുന്നത്. അതുകൊണ്ടാണ് കുറഞ്ഞ കാലം കൊണ്ടുള്ള കൃഷി രീതി ഡെവലപ്പ് ചെയ്യുന്നത്. ഞാൻ അതിനകത്തേക്ക് പോകുന്നില്ല. ഓക്കെ.
യെസ്, ആ ഒരു കൃഷി രീതി നമ്മൾ ഒരു വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി ഇന്ന് ലോകത്തിലെ ഏറ്റവും ഗ്രോത്തുള്ള സാൻഡൽവുഡ് പ്ലാന്റേഷൻ എവിടെയെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കയ്യിലാണ്. അതിന് അവകാശികളായ കുറച്ച് പേർ കമ്പനി ഡെവലപ്പ് ചെയ്തു, പ്ലാന്റേഷൻ ചെയ്തു, അതിന് അവകാശികളായ കുറച്ച് പേർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കർഷക സംഘത്തിൽ ചന്ദന കർഷകരായി മാറിയ എല്ലാ വ്യക്തികളും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കുക. കാണാൻ സാധിക്കുന്നത് ഇന്ന് വയനാട്ടിൽ മാത്രമാണ്. ഇതിനെത്ര വണ്ണം? ഓക്കെ, നമുക്കിതിൻ്റെ ഇപ്പോൾ ഒരു വർഷം കൊണ്ട് നമ്മുടെ ഗ്രോത്ത് ഒന്ന് മനസ്സിലാക്കാം. ഏകദേശം 8 അടിയോളം ഉയരം നമുക്ക് ഈ മരത്തിനുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരു വർഷങ്ങൾക്ക് മുമ്പ് നട്ട തൈക്ക് 8 അടിയോളം ഉയരമുണ്ട്. 17 സെൻറ്റിമീറ്റർ വണ്ണം അതിന് ഉണ്ടായി. ഒറ്റ വർഷം കൊണ്ട്. ഓക്കെ, അപ്പോൾ ഒരു വർഷം കൊണ്ട് ഇത്രയും വളർത്താൻ സാധിച്ചത് ഇതിൻ്റെ ഭൂമി, നമ്മളുടെ കൃഷി രീതി, അതിനുള്ള കാലാവസ്ഥ എല്ലാം എന്താണ് ഇതിന് അനുയോജ്യമായിരുന്നു. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ. ആദ്യം ചോദിച്ചതിന് നിങ്ങൾ എനിക്ക് ഉത്തരം തന്നില്ല. ആദ്യം എന്തായിരുന്നു ചോദിച്ചേ? ഇതിൻ്റെ വില എന്താണ്, അല്ലേ? വില അറിഞ്ഞു, നമുക്ക് ഓക്കെ, ഗവൺമെൻറ് സപ്പോർട്ടൊക്കെ കിട്ടി. പക്ഷേ സാറേ, ഞാൻ എൻ്റെ മക്കളെയൊക്കെ വിദേശത്ത് വിടുന്നു, പലരും പോയി വിജയിക്കുന്നത് കണ്ടിട്ടാണ്, അല്ലേ? നമ്മൾ ഗൾഫിന് ആദ്യം പോയത് എന്താ? കുറേ പേര് പോയി കണ്ടിട്ടാണ്. അത് കഴിഞ്ഞിട്ട് UK ആയി, കാനഡയായി, ഓസ്ട്രേലിയയായി, ഇങ്ങനെയൊക്കെ പോകുന്നത് എന്തുകൊണ്ടാണ്? കുറേ പേർ വിജയിച്ചത് കണ്ടുകൊണ്ടാണ്, ശരിയല്ലേ? ആരെങ്കിലും ചന്ദനം വെട്ടിവിറ്റ് ഗവൺമെൻറ്റിൽ നിന്ന് പൈസ കിട്ടിയ അറിവ് നിങ്ങൾക്കുണ്ടോ? ആരെങ്കിലും കണ്ടോ? പുതിയ ആളുകളോടാണ്, ഇല്ല, അല്ലേ? ഇതും എന്താണ്? ഒരു കാരണമാണ് ഈ കൃഷി ഏറ്റെടുക്കാതിരിക്കാൻ ഒരു കാരണമാണ്. അങ്ങനെയെങ്കിൽ കുറച്ച് പേരെ നമുക്ക് പെട്ടെന്ന് പരിചയപ്പെടാം. ചന്ദന മരം വെട്ടിവിറ്റ് കോടീശ്വരന്മാരും ലക്ഷാധിപതികളും ആയ ആളുകൾ കാണണ്ടേ? റെഡിയല്ലേ? യെസ്. നമസ്കാരം. മറയൂരിലെ റാണിക്ക് അപ്രതീക്ഷിതമായ ലോട്ടറി അടിച്ച വാർത്തയാണ് അടുത്തതായി വായിക്കുന്നത്. വീഴാറായ 4 മരങ്ങൾ വിറ്റപ്പോൾ മറയൂരിലെ റാണിയുടെ ബാങ്ക് അക്കൗണ്ടിലെത്തിയത് 32 ലക്ഷം രൂപയാണ്. വീമ്പ് പറയുന്നതല്ല, സർക്കാർ രേഖയുള്ള കാര്യമാണ്. മരം ചന്ദനമായിരുന്നു. വനംവകുപ്പുകാർ അവ ഏറ്റെടുത്ത് ലേലം നടത്തിയപ്പോഴാണ് 250 കിലോയ്ക്ക് ഇത്രയും തുക ലഭിക്കും. നമസ്കാരം. 4 മരങ്ങൾ കൊടുത്തപ്പോൾ എത്ര കിട്ടി? 32. ഒരു മരത്തിന് എത്രയേ? 8 ലക്ഷം രൂപ. ഓക്കെ, അത് ഒരു ഓക്കെ, 15 ക്ലാസിഫിക്കേഷനായിട്ട് ഗവൺമെൻറ് ഈ മരം എടുത്ത് നമുക്ക് പണം തരുന്നുണ്ട്. ഈ 13ാമത് കിടക്കുന്നത് എന്താണെന്ന് പറയുമ്പോൾ സോഡസ്റ്റ്, അറക്കപ്പൊടി വരെ തൂക്കി പൈസ തരാൻ ഗവൺമെൻറ് തയ്യാറാണ്. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ പേര് A.T. തോമസ് സാറ്, റിട്ടയർഡ് ഫോറസ്റ്റ് ഓഫീസറാണ്. കൊറോണ കാലത്ത് അദ്ദേഹം വെട്ടിവിറ്റ മരത്തിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ചത് 7 ലക്ഷം രൂപ. കർഷകശ്രീയിൽ ഉള്ള ആർട്ടിക്കിളാണ്. നെക്സ്റ്റ്. ഇദ്ദേഹത്തിൻ്റെ പേര് ദുരൈസ്വാമി. എനിക്ക് ഏറ്റവും അസൂയുള്ള വ്യക്തിയാണ്. ഓക്കെ, ഈ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതൊക്കെ അസൂയയോടുകൂടി തന്നെയാണ് ഞാൻ നോക്കുന്നത്. കാരണം 14 വർഷങ്ങൾക്ക് മുമ്പ് ആ നിൽക്കുന്ന മരത്തിൻ്റെ വില 8.5 ലക്ഷം രൂപ. 14 വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിൽ തിരുപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് സമുദ്രനിരപ്പിൽ നിന്ന് വെറും 435 മീറ്റർ മാത്രം ഉയരമുള്ള ഭൂപ്രദേശത്ത് അദ്ദേഹം 10 ഏക്കർ സ്ഥലത്ത് ചന്ദന കൃഷി തുടങ്ങി. ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടിയിൽ 300 കോടി രൂപയുടെ മുതലാണ് നിൽക്കുന്നത്. അസൂയ ഉണ്ടാവില്ലേ? നമ്മൾ തമിഴന്മാരെ വിളിക്കണേണ്ട പാണ്ടി എന്നൊക്കെ അല്ലേ? പക്ഷേ അവരെന്താ ബ്രില്യൻ്റാണ്. 300 കോടി രൂപയുടെ മുതൽ അദ്ദേഹം നട്ടു വളർത്തിയത് തരിശു ഭൂമിയിലാണ്. തമിഴ്നാട്ടിൽ തിരുപ്പൂരൊക്കെ പോയ ആളുകൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഭൂമി നല്ല ഭൂമിയല്ലാണോ? വയനാട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തരിശു ഭൂമിയാണ്. അങ്ങനെയെങ്കിൽ അതിലും നല്ല ഭൂമി നമുക്ക് എന്ത് ചെയ്യും? അതിൻ്റെ ഇരട്ടി നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷെ അദ്ദേഹം നമ്മളെ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തിന് 5 കോടി രൂപ ഇതിൽ എക്സ്പെൻസ് വന്നു, ചിലവ് വന്നു. സെക്യൂരിറ്റി സിസ്റ്റത്തിന് വേണ്ടി മാത്രമായിട്ട്. സ്വന്തമായിട്ട് ഭൂമി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് പോൾട്രി ഫാമുണ്ട്. അതിലെ പണിക്കാരും അതിലെ വളവുമാണ് അദ്ദേഹം പ്രധാനമായിട്ട് ഉപയോഗിച്ചത്.
ഇപ്പോൾ സെക്യൂരിറ്റി സിസ്റ്റത്തിന് വേണ്ടി മാത്രം 5 കോടി രൂപ മുടക്കേണ്ടി വന്നപ്പോൾ നമുക്കൊരു സത്യം മനസ്സിലായി. എന്താണ്? ഇത് കോടീശ്വരന്മാർക്ക് പറ്റിയ പരിപാടിയാണ് ചന്ദന കൃഷി, സാധാരണക്കാർക്ക് പറ്റുന്നത് അല്ല. പക്ഷെ ഇവിടെ ചരിത്രം മാറുകയാണ്. വീണ്ടും നമുക്ക് ഈ ഒരു ഹിസ്റ്ററി പഠിച്ചാൽ 15 വർഷം പ്രായമുള്ള ഒരു ചന്ദനമരം അർബൻ ഫാർമേഴ്സ് ബാംഗ്ലൂർ, കർണാടകയിലെ കർഷക സംഘമാണ്. അവർ അത് നട്ടു വളർത്തി ഇലയൊഴിച്ച് 180-200 കിലോ വരെ 15 വർഷം കൊണ്ട് ഉണ്ടാക്കാൻ സാധിച്ചു. അതിൻ്റെ 10% കാതിൽ 16 തൊട്ട് 24 കിലോ വരെ കാതിൽ കിട്ടി. അത് 15,000 തൊട്ട് 20,000 രൂപ വരെ വെട്ടിവിറ്റ് അവർക്ക് പണം കിട്ടി. ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ പരിശോധിച്ചാൽ ഈ കർഷകരുടെ സക്സസ്ഫുൾ സ്റ്റോറീസ്, വിജയഗാഥകൾ നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ പറ്റും. അവർക്ക് ലഭിച്ച ഏകദേശം 7.6 lakh rupees. അപ്പോൾ നമ്മൾ പറയുന്ന കണക്കുകൾ ഇവിടെ ശരിയാവുന്നുണ്ട്. ആവറേജ് 7 ലക്ഷം തൊട്ട് 10 ലക്ഷം വരെ ആവറേജ് നല്ല മരങ്ങൾക്ക് ഇന്ന് ലഭിക്കുന്നുണ്ട്. റൈറ്റ്? അങ്ങനെയെങ്കിൽ ഇന്ന് ഒരു 1.5 കോടി രൂപ നമുക്ക് നേടണമെങ്കിൽ 15 വർഷങ്ങൾക്ക് മുമ്പ് ഏക്കർ കണക്കിനൊന്നും ചെയ്യേണ്ട വെറും 5 സെന്റ് സ്ഥലത്ത് 10 അടി ഗ്യാപ്പിൽ 20 മരങ്ങൾ നടാൻ സാധിച്ചാൽ ഇന്ന് നമ്മൾ ആരായിരുന്നേനെ? ഒരു 1.5 കോടിക്ക് അധിപനായേനെ. പക്ഷെ ഇനി നമ്മളതിന് തയ്യാറായാൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും, ജസ്പേഡ് കമ്പനിയോട് ചേർന്ന് നിന്ന് ഓരോ സാധാരണക്കാരനും ചെറിയ പ്ലോട്ടുകളാക്കി തിരിച്ച് അവൻ്റെ നിക്ഷേപത്തിൽ നിന്ന് ചന്ദന കൃഷിയിൽ നിക്ഷേപിച്ചാൽ, അത് ഭൂമിയിൽ നിക്ഷേപിച്ച് അവൻ്റെ പേരിലേക്ക് അത് പ്ലോട്ട് തിരിച്ച് 10 അടി വീതി വഴിയോടുകൂടി അവൻ ആധാരം ചെയ്ത് മേടിച്ചാൽ അവൻ്റെ കയ്യിലേക്ക് സ്വന്തമായി ആധാരം ചെയ്ത് മേടിച്ചുകൊണ്ട് അവർക്ക് ലഭിക്കാൻ പോകുന്ന എമൗണ്ട് ഇന്ന് 1 കിലോയ്ക്ക് 20 ഉള്ളപ്പോൾ 10 വർഷം കഴിയുമ്പോൾ എത്രയാവും? 87,500 രൂപ. അവർക്ക് ലഭിക്കാൻ പോകുന്നത് 4 കോടി തൊട്ട് 5 കോടി രൂപ വരെയാണ് അവർക്ക് ലഭിക്കാൻ പോകുന്നത്. ഇത് തരാൻ ഗവൺമെൻറ് സന്നദ്ധമാണ്. ചെയ്യാൻ നമ്മൾ തയ്യാറാണോ എന്ന് മാത്രമാണ് ഈ പദ്ധതി ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിലൂടെ ഗവൺമെൻറ് നമ്മളോട് ചോദിക്കുന്നത്. ഈ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ക്ലോസ് ചെയ്യുകയാണ്. ഇത് പറയാതെ ഞാൻ ഈ സ്റ്റേജ് വിട്ടു പോവില്ല, പലർക്കും അറിയാം. തമന്നയുടെ ഫോട്ടോ കണ്ടിട്ടല്ല അത്. ഓക്കെ, യെസ്. മൈസൂർ സാൻഡൽ സോപ്പ്. നിങ്ങളിപ്പോൾ ഇത്രയും ചിന്തിച്ചു, ഇത്രയും ഡിമാൻഡ് എങ്ങനെയാണ് ചന്ദനത്തിനുള്ളത്, അല്ലേ? ചന്ദനത്തിന് 180ഓളം ലോകരാജ്യങ്ങളിൽ 6,000 ടൺ വേണ്ടിടത്ത് ഏറ്റവും മേജർ യൂസ് ആർക്കാണ് ഉള്ളത്? 2,000 ടൺ തന്നെ ഒരൊറ്റ രാജ്യത്തിനാണ് വേണ്ടി വരുന്നത്. അത് വരുന്നത് മേജർ കസ്റ്റമറായിട്ടുള്ളത് കർണാടക സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ മൈസൂർ സാൻഡൽ സോപ്പ് ഉണ്ടാക്കുന്ന കമ്പനിക്കാണ്. അവർക്ക് ഒരു വർഷം അവരുടെ ഒരു സോപ്പിൻ്റെ വില നമുക്ക് പരിശോധിക്കാം കേട്ടോ. ഒരു സോപ്പിൻ്റെ വില എത്രയാണെന്നറിയാമോ? പ്രീമിയം സെഗ്മെൻറ്റിലുള്ള മൈസൂർ സാൻഡൽ സോപ്പ് മില്ലേനിയം സൂപ്പർ പ്രീമിയം 150 ഗ്രാമുള്ളൂ. അതിൻ്റെ വില എത്രയാണെന്നറിയാമോ? 3,000 രൂപ. ഓക്കെ, ഇവർക്ക് സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി, സോപ്പ് നിർമ്മാണത്തിനും സാൻഡൽവുഡ് പ്രൊഡക്റ്റും നിർമ്മിക്കാൻ വേണ്ടി 2022-23 സാമ്പത്തിക വർഷം വേണ്ടി വന്നത് 4,000 കിലോ ഓയിലാണ്. നമ്മൾ 1 കിലോ ഓയിലിൻ്റെ വില മനസ്സിലാക്കി അല്ലേ? 4,000 കിലോ ഓയില് അവർക്ക് ആവശ്യമുണ്ട്. ഇതാരാ കൊടുത്തത്? മലയാളികൾ, തമിഴന്മാർ, ആന്ധ്രാക്കാർ, കർണാടക? ഒന്നുമല്ല. കൃത്യമായിട്ട് പറയുന്നുണ്ട്, ദ ഓയിൽ ഈസ് ഇമ്പോർട്ടിങ് ഫ്രം ഓസ്ട്രേലിയയിൽ നിന്നാണ് അവരിത് ഇമ്പോർട്ട് ചെയ്യുന്നത്. 157 കോടി രൂപ ഓസ്ട്രേലിയക്ക് കൊടുത്തിട്ടാണ് ഈ ഓയിൽ വാങ്ങിച്ച് ഇന്ന് ഈ സാൻഡൽവുഡ് സോപ്പുകൾ അവർ നിർമ്മിക്കുന്നത്. ഈ പണം ആരുടെ പോക്കറ്റിൽ കിടക്കണ്ട? നമ്മുടെ പോക്കറ്റിൽ കിടക്കണ്ട. അങ്ങനെയാണ് ഞാനൊരു കഥ കൂടി പറഞ്ഞുകൊണ്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഈ ഒരു ഓസ്ട്രേലിയക്ക് എങ്ങനെ ഈ സാൻഡൽവുഡ് ഓയിൽ അല്ലെങ്കിൽ സാൻഡൽവുഡ് ഇവർക്ക് തരാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ 20 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ വന്ന് വെസ്റ്റേൺ ഓസ്ട്രേലിയയുള്ള ക്വിൻറ്റസ് അല്ലെങ്കിൽ ഹെഡ്വുഡ് എന്നുള്ള കമ്പനികൾ സീഡ് കളക്ട് ചെയ്തുകൊണ്ട് പോയി.
അവിടെ അവരുടെ സ്പീഷീസായ സൻഡാലം സ്പെക്ടാറ്റുലം എന്ന സ്പീഷീസ് വെട്ടിമാറ്റി നമ്മുടെ നമ്പർ 1 സ്പീഷീസായ സൻഡാലം ആൽബം ലീനിയൻ എന്ന സ്പീഷീസ് നട്ടു വളർത്തി ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഇന്ത്യൻ സാൻഡൽവുഡിൻ്റെ മർച്ചൻ്റായിട്ട് മാറിയിട്ടുള്ളത് ഓസ്ട്രേലിയക്കാരാണ്. എങ്ങനെയുണ്ട്? എന്തൊരു അഭിമാനം അല്ലേ? യെസ്, അവർ നമുക്ക് കാണിക്കുന്നൊരു കാർട്ടൂൺ കൂടി നമുക്ക് കാണാം. അതുകൂടെ കണ്ടിട്ടുണ്ട്. 12,000 ഹെക്ടർ ഓസ്ട്രേലിയൻ മണ്ണിലാണ് അവർ 5 മില്യൺ സാൻഡൽവുഡ് ട്രീസ് നട്ടു വളർത്തുന്നത്. ഓക്കെ, അവർ നമ്മളെ കളിയാക്കിക്കൊണ്ടൊരു കാർട്ടൂണുണ്ട്. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? അടിപൊളി. അവരുടെ ദേശീയ മൃഗമായ കങ്കാരുവിൻ്റെ സഞ്ചിയിൽ നമ്മുടെ ടൈഗറെ പിടിച്ചവർ ഉറക്കിയേക്കുക. ഈ പ്രോജക്റ്റ് കേൾക്കുമ്പോഴും പല ആളുകളും ഉറങ്ങും. പക്ഷേ ഇന്ന് കേന്ദ്ര സർക്കാരും കേരള സർക്കാരും അതോടൊപ്പം തന്നെ IWST ഇൻസ്റ്റിറ്റ്യൂട്ടും അതിലുപരിയായി കേരളത്തിൻ്റെ മണ്ണിൽ നിന്ന് ജസ്പൈറ്റ് റിയൽ എസ്റ്റേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയും സാൻഡൽവുഡ് ഗ്രൂപ്പ് ഫാർമേഴ്സിനോട് ചേർന്ന് ആയിരക്കണക്കിന് സാധാരണക്കാർ അവരുടെ ജീവിതത്തിൽ അസാധാരണക്കാരായി മാറണമെന്നുള്ള അതിതീവ്രമായ ആഗ്രഹത്തോടുകൂടി ഐ എം എ ഇന്ത്യൻ എന്ന് പ്രൗഡ് ചെയ്തുകൊണ്ട് ഈ ചന്ദന കൃഷി ഏറ്റെടുക്കുകയും ജസ്പൈറ്റ് റിയൽ എസ്റ്റേറ്റ് പ്രൈവറ്റ് കമ്പനിയോട് ചേർന്ന് നിന്ന് ഇത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് 28,000 ചന്ദന കർഷകരിലേക്ക് ഈ പ്രോജക്റ്റ് എത്തുമ്പോൾ 28,000 സാധാരണക്കാരെ കോടീശ്വരന്മാരാക്കാൻ സാധിക്കുമെന്ന് പൂർണ്ണ വിശ്വാസത്തോടുകൂടെ ഏറ്റെടുത്ത ഓരോ വ്യക്തികൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലും ഇത് അവസരമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. യെസ്, എല്ലാവർക്കും നമസ്കാരം. പേര് പരിചയപ്പെടുത്തി, നിഷാദ് അബൂബക്കർ. 25 വർഷമായിട്ട് ബിസിനസ് ചെയ്യുന്നു. 5 കമ്പനികൾ നല്ല രീതിയിൽ നടന്നു പോകുന്നു. 6ാമത്തെ കമ്പനിയാണ് ഇപ്പോൾ ഇന്ന് മിസ്റ്റർ അനൂവർക്കി ഇത്രയും സമയം നിങ്ങളെ പരിചയപ്പെടുത്തിയ പുതിയ പ്രൊജക്റ്റ്. ഓക്കെ, ഇന്ന് ആദ്യമായിട്ട് ഈ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുന്നവർ ജസ്റ്റ് ഒന്ന് കഴിയുള്ളൂ. ആദ്യമായിട്ട് വന്നവർ, ആദ്യമായിട്ട് യെസ്, എന്തായാലും ആദ്യമായിട്ട് വന്നവരൊന്ന് സീറ്റൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ബാക്കിൽ ഇരിക്കുന്നവരൊന്ന് ഫ്രണ്ടിലേക്ക് കടന്നിരിക്കും. എന്തായാലും ഒരു ദിവസം മെനക്കെടുത്തി നിങ്ങളിവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ വന്നതിൽ എന്തെങ്കിലും ഒരു ഗുണം കിട്ടണ്ടേ അല്ലേ? ഒരു ദിവസം വെറുതെ വേസ്റ്റ് ആക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഏവരെയും എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. ആ ഷെയർ ചെയ്യുമ്പോൾ ഈ കഥയിൽ നിങ്ങൾ എൻ്റെ കൂടെ ഇനി അഭിനയിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കയ്യിൽ 1000 ഉള്ളവൻ ധനവാൻ, കയ്യിൽ 1,00,000 ഉള്ളവൻ പ്രഭു, ലക്ഷപ്രഭു. കയ്യിൽ കോടിയുള്ളവൻ ഈശ്വരൻ, കോടീശ്വരൻ. നിങ്ങൾക്കുമാകാം കോടീശ്വരൻ. വെൽക്കം ടു നിങ്ങൾക്കുമാകാം കോടീശ്വരൻ. അറിയണേ? യെസ്. അപ്പൊ ഇന്ന് നിങ്ങൾ ഇത്രയും നേരം കേട്ടത് കൃഷിയെ കുറിച്ചാണെങ്കിൽ ഞാൻ പറയാൻ വേണ്ടി പോണത് എങ്ങനെ നിങ്ങൾക്കൊരു കോടീശ്വരനാകാം. ഈ കൂട്ടത്തിൽ കോടീശ്വരന്മാർ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? അപ്പം എനിക്ക് സുഖമായി. കാരണം എന്താ? ഇല്ലാത്തവരെ പെട്ടെന്നാക്കാമല്ലോ അല്ലേ? അപ്പം എങ്ങനെ കോടീശ്വരനാകാം എന്നുള്ള ഒരു കോടീശ്വരൻ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? എല്ലാവർക്കും ഇഷ്ടമല്ല അല്ലേ? ഒരു കോടീശ്വരനായിട്ട് അല്ലേ വിലസാൻ വേണ്ടി ഇഷ്ടമില്ലാത്ത ആരൊന്നും കൂടി ഇല്ല അല്ലേ? ഓക്കെ, അപ്പം എങ്ങനെ ഒരു കോടീശ്വരനാകാം എന്നുള്ള ഒരു കഥയാണ് നിങ്ങൾക്ക് പറയാൻ വേണ്ടി പോകുന്നത്. കഥ കേൾക്കാൻ ഇഷ്ടമുള്ള അപ്പം ഞാൻ ആദ്യം എൻ്റെ കഥ ഒന്ന് പറയാം കേട്ടോ. എൻ്റെ കഥ ഓക്കെ. ഞാൻ 1999 ബിസിനസ് തുടങ്ങുന്നത്. ഇത് എൻ്റെ ഫാദർ ഒരു റെസ്റ്റോറൻറ്റ് നടത്തുന്ന വ്യക്തിയായിരുന്നു. പേര് അബൂബക്കർ എന്നാണ്. അതിന് അദ്ദേഹം ആദ്യം റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നത് ഇവിടെ മഹാരാഷ്ട്രയിലായിരുന്നു. അവിടെ നിന്ന് നേരെ ദുബായ് റാസൽ ഖൈമയിലായിരുന്നു. അവിടെ നിന്ന് പിന്നെ കണ്ണൂരിൽ നിന്നാണ് പിന്നെ തുടങ്ങുമ്പോൾ ഞാനും കൂടെ ഫാദറിനോട് അസോസിയേറ്റ് ചെയ്യാൻ അങ്ങനെ 1999 മീൻസ് വിളിപ്പിക്കരുത്, ഫോളോ. 1999 ആദ്യമായിട്ട് സിൽവർ സ്പൂൺ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിന് രൂപം കൊടുത്തു. ഓക്കെ, അതിനുശേഷം 2003 സിൽവർ സ്പൂൺ മറ്റൊരു തലത്തിലേക്ക് മാറി. സിൽവർ സ്പൂൺ കാറ്ററിംഗ് കമ്പനിയായിട്ട് മാറി. അതിനുശേഷം 2004
സിൽവർ സ്പൂൺ ഈവന്റ് മാനേജ്മെന്റ് കമ്പനിക്ക് രൂപം കൊടുത്തു 2004. അങ്ങനെ 14 റെസ്റ്റോറൻറ്റുകളും കാറ്ററിംഗ് ഈവന്റ് മാനേജ്മെന്റ് കമ്പനിയായിട്ട് പോയിക്കൊണ്ടിരുന്നു. നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് 2020 നമ്മളെല്ലാവരും ഫേസ് ചെയ്ത കൊറോണ എന്ന് പറയുന്ന ക്ഷണിക്കപ്പെടാത്തൊരു അതിഥി നമ്മളെടുത്തു വന്നു. നമ്മൾ ദൃശ്യം സിനിമയിൽ പറഞ്ഞ പോലെ ക്ഷണിക്കപ്പെടാത്തൊരു അതിഥി വന്നാൽ മോഹൻലാൽ പറയുന്നുണ്ട് അവനെ ഞാൻ മുടക്കി അയച്ചു. പക്ഷേ ഇവരെ കാണാൻ പറ്റാത്ത കാരണം ഒരു തീരുമാനമെടുത്തു, എങ്ങനെ ഇവരോട് പൊരുത്താണ്. ഇനി എന്ത് കാരണം കഴിഞ്ഞ ഈ 2020 വരെ 21 വർഷം ഒരുപാട് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പ്രസ്ഥാനം ഒരു കൊറോണ എന്ന് പറയുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു എന്നാ പറയുന്നത്, എന്തിനാണ് വിളിക്കുന്നത്? കൊറോണ എന്താ വിളിക്കുന്നത്? വൈറസ്. ഒന്ന് മുന്നിൽ കണ്ടെങ്കിൽ 2.5 കൊടുക്കായിരുന്നു അല്ലേ? പക്ഷെ കാണാൻ പറ്റാത്തൊരു വൈറസ് വന്നിട്ട് ഞങ്ങളുടെ ബിസിനസ് എല്ലാം ഒന്ന് ഡൗൺ ആക്കിയപ്പോൾ ഇനി എന്ത് പ്രതിസന്ധി വന്നാലും മുന്നോട്ട് പോകാൻ പറ്റിയിട്ടുള്ള ഏത് ബിസിനസ് ഉണ്ടെന്ന് അന്വേഷിച്ചപ്പോഴാണ് 2020 ജസ്പെയ്ഡ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് രൂപം കൊടുത്തു. അങ്ങനെ അതിനുശേഷം ജസ്പെയ്ഡ് കമ്പനിയുടെ വൻ വിജയത്തിന് ശേഷം 2022 ജനുവരി 1-ാം തീയതി ജസ്പെയ്ഡ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന മറ്റൊരു കമ്പനിക്ക് കൂടി രൂപം കൊടുത്ത് ഒരു ഇ കോമേഴ്സ് കമ്പനി, ജസ്റ്റ് ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലത്തെ ഒരു കമ്പനി രൂപം കൊടുക്കുകയാണ് 2022. കേരളത്തില് ഓൺലൈനിലൂടെ ഏറ്റവും കൂടുതൽ ഇ കോമേഴ്സിലൂടെ ബിസിനസ് ചെയ്തതിന് ഏറ്റവും നല്ല ടേൺ ഓവർ ഉണ്ടാക്കിക്കൊണ്ട് മിനിസ്റ്റർ ചെയ്യുന്ന ഒരു അവാർഡ് കൂടെ ഒന്ന് വാങ്ങാൻ സാധിച്ചു 2022. അതിനുശേഷം 2023 ആദ്യമായിട്ട് സ്വർണം ഓൺലൈനിലൂടെ വിറ്റുകൊണ്ട് ഒരു ചരിത്രം കുറിക്കാനും ഞങ്ങളെ കൊണ്ട് സാധിച്ചു. അതിനുശേഷം 2023 നവംബർ 16-ാം തീയതിയാണ് ഞങ്ങളുടെ അടുത്ത വെഞ്ചറായിട്ടുള്ള ജസ്പെയ്ഡ് റിയൽ എസ്റ്റേറ്റ് കമ്പനിക്ക് ഞങ്ങൾ രൂപം കൊടുത്തു. ഇത് 2024 ലോഞ്ച് ചെയ്തപ്പോൾ പുതിയ നിങ്ങൾ എന്ത് കേട്ടു ചന്ദനം എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് ഡൈജസ്റ്റ് ആയില്ല, ഒരു മെല്ലപ്പോക്കായിരുന്നു. അങ്ങനെ 2024 ജനുവരി 1-ാം തീയതി ജസ്പെയ്ഡ് റിയൽ എസ്റ്റേറ്റ് ജനങ്ങൾ ഏറ്റെടുത്തു. അതൊരു വലിയ പ്രസ്ഥാനമാക്കി മാറ്റാൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ജൂൺ 30-ാം തീയതി 2024 കൃഷി മന്ത്രി പ്രസാദ് സാറിന്റെ കയ്യിൽ നിന്ന് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഈ ഒരു പ്രൊജക്ട് തുടങ്ങിയതിന് പേരിൽ കിട്ടിയ ഒരു അവാർഡാണ് ഇപ്പൊ നിങ്ങൾ ഇവിടെ സ്റ്റേജിൽ കാണുന്നത്. അതിനുശേഷം 2024 ഞങ്ങളുടെ സിൽവർ സ്പൂൺ കമ്പനി 25 വർഷം പൂർത്തിയാക്കിയതിന്റെ പേരിൽ ഞങ്ങൾ അതിന് റീബ്രാൻഡ് ചെയ്തുകൊണ്ട് 2024 ഡയമണ്ട് സ്പൂൺ എന്ന് പറയുന്ന മറ്റൊരു കമ്പനിക്ക് കൂടെ എന്ന് രൂപം കൊടുത്തു. അത് ആ 25 വർഷത്തെ സേവന പാരമ്പര്യത്തിന് സിംഗർ ചിത്രയുടെ കയ്യിൽ നിന്ന് കിട്ടിയൊരു അവാർഡാണ് ഇപ്പോൾ നിങ്ങൾ വേദിയിൽ കാണുന്നത്. അതിനുശേഷം ഓഗസ്റ്റ് 15-ാം തീയതി വ്യത്യസ്തതയാർന്ന സാൻഡൽവുഡ് കൾട്ടിവേഷൻ തുടങ്ങിയതിന്റെ പേരിൽ ലോകനാഥ് ബെഹ്റ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും മറ്റൊരു അവാർഡിന് കൂടെ ഞങ്ങൾ അർഹരാണ്. അതിനുശേഷം സെപ്റ്റംബർ 26 ദീപിക പത്രം, ആ ദീപിക പത്രത്തിന്റെ 137-ാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഈ കൃഷി തുടങ്ങിയതിന്റെ പേരിൽ മിനിസ്റ്റർ റിയാസിന്റെ കയ്യിൽ നിന്നും കോഴിക്കോട് വെച്ച് മറ്റൊരു അവാർഡിന് കൂടെ ഞങ്ങൾ അർഹരാണ്. അതിനുശേഷം പുതിയ നമുക്ക് പാർക്കാം ചന്ദ്രത്തോപ്പിൽ എന്ന് പറഞ്ഞ പുതിയ ആശയം ഇത് തുടങ്ങിയപ്പോൾ തറക്കല്ലിട്ടുകൊണ്ട് KTDC ചെയർമാൻ ശശീന്ദ്ര സാർ തിരികൊളുത്തുന്ന ഒരു ഫോട്ടോയാണ് ഇപ്പോൾ നിങ്ങൾ വേദിയിൽ കാണുന്നത്. അതിനുശേഷം ഈ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ബിസിനസ് തുടങ്ങിയതിന് പേരിൽ ബഹുമാനപ്പെട്ട അഷ്റഫ് അലിക്കയും രവി പിള്ള സാറും എല്ലാവരും കൂടെ തെരഞ്ഞെടുത്തുകൊണ്ട് ദുബായിൽ വെച്ച് നടന്ന പ്രോഗ്രാമിൽ ബഹുമാനപ്പെട്ട നമ്മുടെ കേരളത്തിന്റെ സ്വന്തം അഭിമാനം മമ്മൂക്കയുടെ കയ്യിൽ നിന്നും ഒരു അവാർഡ് കൂടെ ഞങ്ങൾക്ക് വാങ്ങാൻ സാധിച്ചു. അതിനുശേഷം നമ്മുടെ MP, MLA ഇവരുടെ കയ്യിൽ നിന്നൊക്കെ പല
സമയങ്ങളിലായിട്ട് ഈ ഒരു പ്രൊജക്റ്റിന് കിട്ടിയിട്ടുള്ള അവാർഡുകളാണ് ഇപ്പോൾ നിങ്ങൾ വേദിയിൽ കാണുന്നത്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കേന്ദ്രം, നിങ്ങൾക്കറിയാം, ഇന്ന് ലോകം അംഗീകരിക്കുന്ന ബിസിനസ്മാൻ യൂസുഫ് അലി ഖാൻ, അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ഇത് സെൻട്രൽ ഗവൺമെന്റിൽ ഈ പ്രൊജക്ട് അവതരിപ്പിച്ചപ്പോൾ സെൻട്രൽ മിനിസ്റ്റർ, ക്യാബിനറ്റ് മിനിസ്റ്റർ മിസ്റ്റർ ചിരാഗ് പാസ്വാൻജിയിൽ നിന്ന് കിട്ടിയ അവസാനത്തെ അവാർഡാണ് ഇപ്പോൾ നിങ്ങൾ വേദിയിൽ കാണുന്നത്. അടുത്ത പ്രോഗ്രാമിൽ ആർക്കെങ്കിലും വരാൻ സാധിച്ചാൽ, നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ 1-2 ഫോട്ടോകളോടെ കയറാനുള്ള സാധ്യത കൂടി ഉണ്ട്. കാരണം കുറച്ച് പേരും കൂടെ ഈ ഞങ്ങളുടെ പ്രൊജക്റ്റ് പലതരത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പല അവാർഡുകളെയും ഞങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ എൻ്റെ 25 കൊല്ലത്തെ കഷ്ടപ്പാടിന് കിട്ടിയ അവാർഡുകളാണ് ഇപ്പം നിങ്ങൾ കണ്ടത്. ഇത് പുതുതായിട്ട് വന്നവർ വിചാരിക്കും ഇവനാളൊരു സ്വയംഭൂമിയാണല്ലോ, ഇല്ലേ? ഇല്ലേ കമ്മച്ചിരിക്ക? ആളെ കണ്ടപ്പോൾ കുഴപ്പമില്ലായില്ല, കംപ്ലീറ്റ് പൊക്കലാണല്ലോ സ്വയം തന്നെ, അല്ലേ? സത്യം പറഞ്ഞാൽ ഇത്തരത്തിൽ ഒരു ബിസിനസ് കേരളത്തിൽ തുടങ്ങാന്നുള്ളതും അത് നിലനിർത്താന്നുള്ളതും നിസ്സാര കാര്യമാണ്. ആണ് ഹോട്ടൽ കാറ്ററിംഗ് ഒന്നും കുഴപ്പമില്ലല്ലോ. പക്ഷേ ഒരു ആരും ചെയ്യാത്ത ഒരുപാട് നെഗറ്റീവുള്ള ഇത്തരത്തിലുള്ള പ്രൊജക്റ്റ് കേരളത്തിൽ തുടങ്ങാന്നുള്ളതും അത് എല്ലാ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് ഇന്ന് കേന്ദ്രത്തിന്റെ കയ്യിൽ നിന്നും ഒരു അവാർഡ് വാങ്ങി എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് ഒരുപാട് അഭിമാനം കൊള്ളത് തന്നെയാണ്. ഓക്കെ, അതുകൊണ്ട് ഒരു കയ്യടി തന്നാൽ ഞാൻ ഒന്നും കൂടെ എനർജറ്റിക് ആവുന്നു. യെസ് ഓക്കെ. അപ്പം ഇനി ഇത് ഇത്രയും നിങ്ങൾക്ക് പറയാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെ നിങ്ങൾക്ക് ഇതിലൂടെ ഒരു സമ്പന്നനാകാം, നിങ്ങൾക്കും എങ്ങനെ ഒരു കോടീശ്വരനാകാം. അപ്പം ഇന്നത്തെ ക്ലാസ് എന്നെ പൊക്കലല്ല, എങ്ങനെ നിങ്ങൾക്കും ഒരു കോടീശ്വരനാകാം, അതും നിസ്സാര വർഷങ്ങൾ കൊണ്ട്. ഒരു പക്ഷേ ഈ കോടീശ്വരൻ എന്ന് പറയുമ്പോൾ നിങ്ങളൊരു പക്ഷെ ചിന്തിക്കാത്ത കാര്യമായിരിക്കും. കാരണം നിങ്ങളൊക്കെ ഒരു ജോലിയോ അല്ലെങ്കിൽ വല്ല സെൽഫ് എംപ്ലോയ്മെന്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നവരായിരിക്കാം. അപ്പോൾ ഒരു കോടീശ്വരൻ എന്ന് പറയുന്നത് പക്ഷേ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. യെസ് ഓർ നോ അല്ലേ? അപ്പൊ നിങ്ങൾ ഒരു കാര്യം ഉറപ്പിക്കാം, ഇന്ന് നമ്മൾ 2 മണിക്കൂർ സംസാരിക്കാൻ വേണ്ടി പോണത് എങ്ങനെ ഒരു കോടീശ്വരനാകാം. ഇത്തരത്തിലുള്ള ക്ലാസ് നിങ്ങൾ ഒരു പക്ഷെ കേട്ടിട്ടുണ്ടാവില്ല, അല്ലേ? അതും പണിയെടുക്കാതെ കോടീശ്വരനാകാം. പക്ഷെ കയ്യിൽ കാശ് വേണമല്ലോ. അപ്പം ഇന്ന് പറയാൻ പോണ ഈ പ്രൊജക്റ്റ് 2 ആളുകൾക്കുള്ളതാണ്, അല്ലാത്തവർക്ക് ഇവിടുന്ന് പോവാം. ഒന്ന്, നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ അത് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു കോടീശ്വരനുള്ള അവസരം, ഓപ്ഷൻ 1. ഓപ്ഷൻ 2, നിങ്ങളുടെ കയ്യിൽ പണമില്ലെങ്കിൽ ഈ പ്രൊജക്റ്റ് മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു കോടീശ്വരനാകാം. ഏതാ വേണ്ട? ഏത് വേണം? ഓപ്ഷൻ 1, നിങ്ങളുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ അത് സേഫ് ആയിട്ടുള്ള മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്ത് മിണ്ടാതിരുന്ന് കോടീശ്വരനാവാം. ഓപ്ഷൻ 1. പണം കയ്യിലില്ലെങ്കിലോ? ഇത് മറ്റുള്ള നമ്മുടെ കയ്യിൽ പണം ഇല്ലാത്തതുള്ളൂ, ഒരുപാട് ആളുകളുടെ കയ്യിൽ പണമുണ്ട്. ഇത് അവരിലേക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് നമുക്കൊരു കോടീശ്വരനാവാൻ പറ്റും. ഏത് വേണം? 2. വെരി ഗുഡ്. ഞാൻ പറഞ്ഞത് പൈസ ഉള്ളവർക്കും പൈസ ഇല്ലാത്തവർക്കും പറ്റിയിട്ടുള്ള പ്രൊജക്റ്റാണ്. പക്ഷെ 2 കൂട്ടർ ലക്ഷ്യം എന്താണ്? ആരെയും പറ്റിക്കാതെ ഒരാളുടെ കണ്ണീരില്ലാത്ത പൈസ എങ്ങനെ നമുക്കുണ്ടാക്കാം. റെഡി? പോരാ നിങ്ങൾ ഉഷാറല്ല. യെസ്, ഞാൻ പോകണല്ലോ. റെഡി? എനിക്കെല്ലാവരും നിങ്ങളുടെ ശരീരം ഇവിടെയുണ്ട്, മനസ്സ് ഇവിടെ ഇല്ല കേട്ടോ. കാരണം നമ്മളെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നേ. ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു സൊല്യൂഷൻ വേണ്ടേ? എന്നും ഇതേപോലെ പോയാൽ മതിയോ? പോരല്ലോ, അല്ലെങ്കിൽ ഇന്നിങ്ങോട്ട് വരില്ലല്ലോ നമ്മൾ, അല്ലേ? ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഒന്ന് കുറച്ച് സമയത്തേക്ക് ഒരു 1.5 മണിക്കൂർ കൊണ്ട് സമയമുണ്ട്. എനിക്ക് തരുമോ? നിങ്ങളുടെ സമയം തരുമോ? കുറച്ച് സമയം. റെഡി? അപ്പോൾ ഒന്ന് എഴുന്നേറ്റ്, ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ്.